3 ഉപതെരഞ്ഞെടുപ്പുകളാണ് സംസ്ഥാനത്ത് നടന്നത്. വലതുപക്ഷ മാധ്യമങ്ങളുടെ ശക്തിയായ പ്രചരണവും സർക്കാരിനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന ജനവിരുദ്ധ കേന്ദ്ര നിലപാടും അതിനോടൊപ്പം നിൽക്കുന്ന UDFൻ്റെ സമീപനവും എല്ലാം ചേർന്ന് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് UDF ചേലക്കരയിലെ രാഷ്ട്രീയ പോരാട്ടത്തിൽ തങ്ങൾ വിജയിക്കുമെന്ന് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ KC വേണുഗോപാലും VD സതീശനുമെല്ലാം ചേലക്കരയിലെ ഈ രാഷ്ട്രീയ പോരാട്ടത്തെയാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും എല്ലാ അർത്ഥത്തിലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം അത് ഏകോപിച്ചുകൊണ്ടുള്ള അവരുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളാകെ സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഈ വലതുപക്ഷത്തിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് നല്ല വിജയം നേടുന്ന ആവേശകരമായൊരു ചിത്രമാണ് ചേലക്കരയിൽ ഉണ്ടായത്. ശക്തിയായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു എന്നായിരുന്നു ഊർജ്വ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളുമെല്ലാം കാണുകയും വിലയിരുത്തുകയും ചെയ്തത്. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ LDFൻ്റെ വോട്ട് വർദ്ധിപ്പിക്കാനായതും സ്വാഭാവികമായി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 18ാം ലോകസഭാ തിരഞ്ഞെടുപ്പോടുകൂടി കണ്ട പുതിയ ഒരു കാഴ്ച മതധ്രുവീകരണത്തിൻ്റെതാണ്. മതധ്രുവീകരണം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ RSS സംഘപരിവാർ വിഭാഗത്തിൻ്റെ നല്ലൊരു ശതമാനം വോട്ട് പാലക്കാട് ഇപ്രാവശ്യം BJP വാങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ വളരെ ലളിതമായൊരു പദമാണ് ഉപയോഗിച്ചത്. BJPയുടെ വോട്ട് UDF വാങ്ങിയിട്ടുണ്ട്. അതിനെല്ലാം കാരണങ്ങൾ ഗൗരവപൂർവം പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസ് വാങ്ങിയ ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ടും മറുഭാഗത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ന്യൂനപക്ഷ വർഗീയ ശക്തികളെ ചേർത്ത് നിർത്തുന്നതിനു വേണ്ടി നടത്തിയ പ്രവർത്തനവും ഇത് രണ്ടും UDFൻ്റെ ഭാഗമായിട്ട് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ കണ്ടു. ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം SDPIയും ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും അതിശക്തിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. വർഗീയതയെല്ലാം എതിർക്കുമെന്ന് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോഴും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്തിയത് സ്വതന്ത്രമായിട്ട് SDPI ആണ്. വിക്ടോറിയ കോളേജിന് മുമ്പിലുള്ള ആദ്യത്തെ SDPI പ്രകടനം വാർത്താമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലയിൽ SDPI ജമാഅത്തെ ഇസ്ലാമി ആഹ്ലാദ പ്രകടനം സംഘടിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ആഹ്ലാദ പ്രകടനത്തിന് ശേഷം പ്രത്യേക പത്രസമ്മേളനം നടത്തി ഞങ്ങൾ 10,000 വോട്ട് ചുരുങ്ങിയത് UDFന്
നൽകിയിട്ടുണ്ട് എന്ന കാര്യം അവർ കൃത്യമായിട്ട് പറയുകയും ചെയ്യുകയുണ്ടായി. ഭൂരിപക്ഷ വർഗീയത നടത്തുന്ന പ്രവർത്തനങ്ങളാണ് രാജ്യത്തെവിടെയും വർഗീയമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോഴും എല്ലാ പ്രധാനപ്പെട്ട പള്ളികളും മസ്ജിദുകളും പഴയകാല ക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് UP കേന്ദ്രീകരിച്ചുകൊണ്ട് ബാബറി മസ്ജിദിൻ്റെ കാലത്തുള്ളതുപോലെ പള്ളി പൊളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സർവേകളും അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന സംഘർഷങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയാവുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വളരാൻ കളമൊരുക്കുന്നുണ്ട്. ഈ ഒരു വർഗീയ അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്താൻ കളം ഒരുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയത മുന്നോട്ടേക്ക് വെക്കുന്ന മതപരമായി സംഘടിക്കുക എന്ന അജണ്ട ഭൂരിപക്ഷ വർഗീയതയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയേ ചെയ്യൂ. കേരളത്തിൽ ഇപ്പോഴും ചില മേഖലകളിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം RSS ഹിന്ദു വർഗീയവാദത്തെ പ്രതിരോധിക്കാൻ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളും സംഘടിതരായി പ്രതിരോധിക്കണമെന്ന കാര്യമാണ്. ഇത് സംഭവിക്കുന്നത് രണ്ട് വർഗീയതയെയും പരസ്പരം ശക്തിപ്പെടുത്താനുതകുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുക. ഒരു ഭാഗത്ത് മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ച് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ നേടുക, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ച് അതിനെ എതിർക്കുന്നു എന്ന രീതിയിൽ ധ്രുവീകരണം ശക്തിപ്പെടുത്തുക. അതിൻ്റെ ഒപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വയം ശക്തിപ്പെടാൻ ശ്രമിക്കുക. ഇങ്ങനെ പരസ്പരം വളർന്ന് മതനിരപേക്ഷ സമൂഹത്തെ തകർക്കുക എന്നതാണ് ഈ രണ്ട് വർഗീയവാദികളുടെയും ഉന്നം. മതനിരപേക്ഷ സമൂഹം ദുർബലപ്പെടുക എന്നതിനർത്ഥം മതവിശ്വാസികൾക്കും മതനിരപേക്ഷവാദികൾക്കും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കും ഇതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചടിയേൽക്കുക എന്നതായിരിക്കും സത്യം. മതനിരപേക്ഷ സമൂഹത്തിൽ മാത്രമേ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ സാധിക്കൂ. ഇനി വിശ്വാസമില്ലാത്ത ആളുകൾക്കും ജീവിക്കണമെങ്കിൽ മതനിരപേക്ഷ സമൂഹം അനിവാര്യമാണ്. ഇത്തരമൊരു സാമൂഹ്യ സൃഷ്ടിയെയാണ് മതരാഷ്ട്രവാദികൾ തകർത്തെറിയുന്നത് എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. മതപരമായ ധ്രുവീകരണം ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുകയും അത് വർഗീയമായ ഒരു നിലയിൽ മാത്രം നിൽക്കുകയല്ല, കോർപ്പറേറ്റ് അജണ്ടകൾ രാജ്യത്ത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം സൃഷ്ടിക്കുകയും കൂടി ചെയ്യും, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത്. ഇത് നമുക്ക് തിരിച്ചറിയാനാവണം. അതുകൊണ്ട് എല്ലാ വർഗീയതയെയും പ്രതിരോധിച്ചുകൊണ്ടല്ലാതെ കേരളത്തിലെ പൊതുമനസ്സ്, മതനിരപേക്ഷതയുടെ മനസ്സ്
യഥാർത്ഥത്തിൽ മുന്നോട്ടേക്ക് പോകാൻ അതിന് മാത്രമേ സാധിക്കൂ. മതനിരപേക്ഷ സമൂഹത്തിലാണ് ജനങ്ങൾക്ക് അവരുടെ സ്വൈര്യ ജീവിതവും ക്ഷേമ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാനും വളർത്തിയെടുക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ജമാഅത്തെ ഇസ്ലാമിയുമായി SDPIയുമായി അവിശുദ്ധ ബന്ധം CPMനെ സംബന്ധിച്ചിടത്തോളം ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾ പറഞ്ഞു, ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന മാധ്യമങ്ങൾ അത് തിരുത്തണം. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ഞങ്ങളുടെ. പക്ഷേ ഇതേവരെ അത്തരം പ്രചരണം നടത്തിയിട്ടുള്ള ഒരാളും തിരുത്തിയിട്ടില്ല. അങ്ങനെ തിരുത്താത്ത കാര്യങ്ങൾ നിയമപരമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എന്തു പറഞ്ഞാലും അതെല്ലാം സമൂഹം കേൾക്കും, അനുസരിക്കും എന്ന ധാരണ തെറ്റാണ്. അത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള നിയമസാധ്യത നിയമപരമായിട്ട് തന്നെ തേടും എന്ന് തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യും. ക്ഷേമ പെൻഷനുകൾ തട്ടിച്ച് 1458 ജീവനക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഇത്തരത്തിലുള്ള തീരുമാനം ദുർബല ജനവിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 60 ലക്ഷത്തിലധികം ആളുകൾക്ക് കിട്ടുന്ന 1600 രൂപ പ്രകാരമുള്ള തുക നല്ല വരുമാനവും ശമ്പളവുമെല്ലാം വാങ്ങുന്ന ആളുകൾ തട്ടിയെടുക്കുന്നു എന്നുള്ളത് വളരെ അപമാനകരമായ ഒരു സംഭവമാണ്. ഇപ്പോൾ കണ്ടെത്തിയ 1488 എന്നുള്ളത് മാത്രമായിരിക്കില്ല. ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ പെൻഷൻ പറ്റുന്ന ഉയർന്ന വരുമാനമുള്ളവരുൾപ്പെടെയുള്ളവരെ കണ്ടെത്തുകയും ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് പ്രശ്നം പരിഹരിക്കാനാവണം എന്ന് തന്നെയാണ് CPIMൻ്റെ കാഴ്ചപ്പാട്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത്. പ്രത്യക്ഷ സമരവും വേണം, പരോക്ഷ സമരവും വേണം, ആശയപ്രചരണവും വേണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാമ്പസുകളിലും വേണം, ഓരോ വിദ്യാർത്ഥികളും എത്തണം. വെറുതെ ഒരു സമരം മാത്രമല്ല, ഈ എല്ലാം ചേർന്നുകൊണ്ടുള്ള അതിവിപുലമായ ഒരാശയ തലം കൈകാര്യം ചെയ്യാനാവണം. കാരണം ഇതിന് ഒരു ദീർഘകാലവും ഹ്രസ്വകാലവും രണ്ടുമുണ്ട്. RSSൻ്റെ പദ്ധതിയാണ്. ഹ്രസ്വകാല പദ്ധതിയുണ്ട്, സുദീർഘകാല പദ്ധതിയുണ്ട്. ഇവിടെ ഈ വർഗീയവൽക്കരണം എന്നുള്ളത് ഒരു സുദീർഘകാലത്തേക്കുള്ള പദ്ധതിയായിട്ടാണ് RSS പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് ഒരു നിമിത്തമായി ഇപ്പോൾ ഗവർണറെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് നല്ലതുപോലെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടണം. നല്ല പ്രചരണം പോകണം. ആശയരംഗത്ത് നല്ല പ്രചരണം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ല, കേസായിട്ട് തുടരാം. കേസുണ്ടല്ലോ, കേസ് തുടരട്ടെ. അതവരെടുത്തൊരു നിലപാട് എന്താ പറഞ്ഞാൽ, വൈസ് ചാൻസലർമാർ ഇല്ലാതിരിക്കുന്നത് പ്രശ്നമാണല്ലോ എന്നതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. നടക്കട്ടെ, കേസ് നടക്കട്ടെ. ഗവർണറുടെ വിമർശനത്തിന് യഥാർത്ഥത്തിൽ അവർ മുതിരാതിരുന്നതിൻ്റെ ഒരു കാര്യം, അവർക്കും അതിൽ പങ്കുണ്ടായിരുന്നു. ഓരോ പോസ്റ്റിലും ഓരോരാളെയും ഇരുണ്ടാളെയൊക്കെ നിശ്ചയിക്കുമ്പോൾ അത് സെനറ്റായാലും അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് ആയാലും ഓരോന്നിൻ്റെയും ഭാഗമായിട്ട് അവർക്ക് കൂടി, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾക്ക് കൂടി ഇതിൽ പങ്കാളികളാവാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ശുദ്ധമായ രീതിയിൽ അത് RSSൻ്റെ മാത്രമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് നമുക്ക് പ്രതിഷേധം പ്രതീക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, പ്രതീക്ഷിക്കാം.
അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു CPM ആണ്, BJP-കാരൻ്റെ ഒന്നാം നമ്പർ ശത്രു CPM ആണ്. അങ്ങനെയുള്ളൊരു ആശയ ഐക്യം ഇവിടെയുണ്ട്. അതാണ് ഞങ്ങളതിനെയാണ് മഴവിൽ സഖ്യം എന്ന രീതിയിൽ പറയുന്നത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഏതാണ്ട് 1957-59 കാലഘട്ടത്തെ പോലെ ഒരിടതുപക്ഷ വിരുദ്ധ ഐക്യം രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് പോവുകയാണ്. അതിനെ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകണം. അങ്ങനെ മുന്നോട്ടേക്ക് പോയാൽ ചേർക്കര വിജയം കൂടി ഉള്ള പശ്ചാത്തലത്തിൽ മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അനിവാര്യമാണ്. അതാണ് ഇതെല്ലാം എത്തിച്ചേർന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനം. അതാണ് രണ്ടാം ടേമല്ലേ ആയത്. ഇനി മൂന്നാമത്തെ ടേം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അനിവാര്യമാണ്. അതെ അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, എന്തൊക്കെയാണോ വേണ്ടത് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ്. ശക്തിയായ നിലപാട് സ്വീകരിക്കണം. ആയിരക്കണക്കിന് ആളുകൾ ഇന്നിപ്പോൾ ഒരു പത്രം 10,000 എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. 10,000 അല്ല, അതിലധികം ഉണ്ടാവുന്നതാണ് ഇപ്പോൾ പറയുന്നത്. തെറ്റായ രീതിയിൽ പെൻഷൻ പറ്റേണ്ട ഒരു കാര്യം. 1,600 രൂപ പാവപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന പെൻഷൻ പദ്ധതി ഏതാണ്ട് 11,000 കോടി രൂപയാണ് ഗവൺമെൻറ് അതിനു വേണ്ടി ചിലവാക്കുന്നത്. ആ പദ്ധതിയിൽ കൈയിട്ട് വാരാനുള്ള ശ്രമം ഒരു തരത്തിലും നമുക്ക് അനുവദിക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ്. അല്ല, അതിന് ശേഷം മാത്രമല്ല, അതിൻ്റെ മുമ്പും ഇതിലുണ്ട്. പല പ്രാവശ്യം പരിഷ്കരിക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ എല്ലാ പരിഷ്കരണവും നടത്തിയിട്ട് അവസാനം നോക്കുമ്പോഴും ഇപ്പോഴും ഈ പറയുന്ന പോലെ 1,400-ലധികം ജീവനക്കാർ തന്നെ പെൻഷൻ വാങ്ങുന്ന സ്ഥിതി ഉണ്ട്. അല്ലല്ല, പാർട്ടിയുടെ വിലയിരുത്തലല്ല, ഞാൻ പത്രത്തിൽ കണ്ടു എന്ന് പറയണ്ട പറഞ്ഞത്. ഇനി പാർട്ടി ഇത്രയേ കണ്ടിട്ടുള്ളൂ എന്ന് ഇവനെ പറയണ്ട. അതിലും അധികമായിരിക്കുന്ന എൻ്റെ വിചാരം. കണക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, 10,000 എന്ന് പറയുന്നത് ഇന്ന് ഒരു പത്രത്തിൻ്റെ ബാനർ ഹെഡിങ് കണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 1,400 അല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ കണക്കിൻ്റെ അകത്ത് 4 കുറഞ്ഞ് 12 കൂടി പോയതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് പെൻഷൻ വാങ്ങുന്നവരുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിയല്ലാത്ത രീതിയിൽ അത് തിരുത്തപ്പെടേണ്ട ഒരു പ്രവണത തന്നെയാണ്. ആര് ആപേക്ഷികമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണോന്നല്ലേ പച്ച മലയാളം? ചിലപ്പോൾ ആയിരിക്കും, സാധ്യതയുണ്ട്. അതും തള്ളിക്കളയണ്ട. പക്ഷേ ഇനി അത് പർവ്വതീകരിച്ച് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് അനർഹർക്ക് പെൻഷൻ കൊടുക്കുന്നു എന്നുള്ള വാർത്ത നാളെ കൊടുക്കണ്ട. അതാണല്ലോ നമ്മൾ ഒരു ദുര്യോഗം. കൊല്ലത്ത് പാർട്ടിയുടെ ശ്രദ്ധയിലുണ്ട്. ഞങ്ങളെ പാർട്ടി വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് പോകുന്ന ഒരു പാർട്ടിയാണല്ലോ. അപ്പോൾ ഈ ഉണ്ടായ തെറ്റായ പ്രവണതകളെ ഒന്നും പാർട്ടിയുടെ ഭാഗമായിട്ട് നിലനിർത്താൻ അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറാവുന്ന നിലപാട് സ്വീകരിക്കില്ല. അപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെയൊക്കെ കൈകാര്യം ചെയ്യപ്പെടും എന്ന് നിങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കും. എന്തെല്ലാമാണോ അതെല്ലാം തെറ്റായ പ്രവണത മുഴുവൻ ഇപ്പം വിശദീകരിക്കാൻ പുറപ്പെട്ടാൽ ഈ പത്രസമ്മേളനം തീരില്ല. വിശദീകരിക്കണമോ ഞാൻ വിശദീകരിക്കാനൊക്കെ തയ്യാറാണ്. പക്ഷേ പത്രസമ്മേളനത്തിൽ നടക്കില്ല അത്. ആരൊക്കെയാണോ എന്തൊക്കെയാണോ എന്നുള്ളതിൻ്റെ കൃത്യമായ ധാരണ വെച്ചുകൊണ്ട് കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. തെറ്റായ ഒരു പ്രവണതയും പാർട്ടിക്കകത്ത് വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പാർട്ടി വെറുതെ പറയുന്നതല്ല, അത് അക്ഷരം പ്രതി നടപ്പിലാക്കുകയും ചെയ്യും. സംഭവങ്ങളൊക്കെ ഉണ്ടാകാണ്ടിരിക്കില്ല. സംഭവങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. സംഭവങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് അതിൻ്റെ മെറിറ്റ്. അപ്പോൾ കൃത്യമായി അതിൻ്റെ മെറിറ്റിൽ പാർട്ടി കൈകാര്യം ചെയ്യും. അതൊക്കെ നമുക്ക് എടുക്കാം. എല്ലാ കാര്യമുണ്ട്. അല്ല, വിഭാഗീയത എന്ന് പറയുന്നത് ഇപ്പോൾ വേറെ എവിടെയോ അതാത് സ്ഥലത്തുള്ള വിഭാഗീയത മാത്രമേ ഉള്ളൂ.
മറ്റ് സംസ്ഥാനാടിസ്ഥാനത്തിലോ ജില്ലാടിസ്ഥാനത്തിലോ ഒന്നും വിഭാഗീയതൊന്നും ഇപ്പോൾ കേരളത്തിലെവിടെയും പാർട്ടിക്കകത്തില്ല. ചില തെറ്റായ പ്രവണതകളുണ്ട്. ആ പ്രവണതകളെ തിരുത്തിക്കൊണ്ട് മാത്രമേ പാർട്ടിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് പാർട്ടി കണ്ടിട്ടുണ്ട്. അതിലൊരു കേന്ദ്രമാണ് ഈ കരുനാഗപ്പള്ളി. അവിടെ 17 ഏരിയ കമ്മിറ്റികളുണ്ട്, 16 ഏരിയ കമ്മിറ്റി, 17 ഏരിയ കമ്മിറ്റിയും ഫലപ്രദമായിട്ട് സമ്മേളനം നടത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ഏരിയ കമ്മിറ്റി ഇമാതിരിയുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് ഫലപ്രദമായിട്ട് പാർട്ടി സംഘടനാപരമായിട്ട് നേരിടുവന്നെ. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം രേഖപ്പെടുത്താം. എല്ലാം പരിശോധിക്കും. ഒന്ന് മാത്രമായിട്ട് പരിശോധിക്കില്ലല്ലോ, ഒറ്റപ്പെട്ട പരിശോധനയൊന്നുമില്ല. എല്ലാം കൂട്ടായ രീതിയിലുള്ള പരിശോധനയാണ്, പരസ്പരം ബന്ധപ്പെട്ടാണ് എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുക. ഡോക്ടർ പി സരീൻ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മുതൽക്കൂട്ടായ ഒരു വ്യക്തി എന്ന രീതിയിൽ പാർട്ടി പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോകും. ചുമതല എന്ത് ചുമതലയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ചുമതല കൊടുക്കുക. പാർട്ടി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പാർട്ടിയിലേക്ക് വരാനൊന്നും ആയിട്ടില്ലല്ലോ. പാർട്ടിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് ഒരുപാട് മേഖലകളുണ്ട്. കൂട്ടായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന നിരവധി മേഖലകൾ അദ്ദേഹത്തിനുണ്ട്. ആ മേഖലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല തന്നെയാണ്. അതല്ല ഞാൻ പറഞ്ഞു ഇന്നതെന്ന് ഞാനിവിടെ തീരുമാനിച്ചിട്ടില്ല. അതുൾപ്പെടെയുള്ള എല്ലാ മേഖലയിലെയും അദ്ദേഹത്തിൻ്റെ സേവനത്തെ നമുക്ക് ഉപയോഗിക്കാം. പാലക്കാട് ഇല്ല, അങ്ങനെ നമ്മൾ ഒരു മണ്ഡലത്തെയും നമ്മൾ കാണാറില്ല. ഇപ്പോൾ 99 മണ്ഡലം കൂടിയുണ്ട്. ഇനി അതിൻ്റെ കൂടെ മൂന്നാമത്തെ ടേം ഞാൻ പറഞ്ഞില്ലേ അനിവാര്യമാണെന്ന്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒപ്പം കുറേ മണ്ഡലം കൂടി ചേരും. ഈ 99ൻ്റെ കൂടെ കുറേയും കൂടി മണ്ഡലം ചേരുമെന്നും. പാർട്ടി വോട്ടൊന്നും ഇല്ല. കണ്ണാടിയും മാത്തൂരൊക്കെ നമുക്ക് നല്ല രീതിയിൽ ശക്തിപ്പെട്ട് വരികയും ചെയ്തത്. മുമ്പ് ഉണ്ടായിരുന്ന സ്വാധീനം യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇല്ല. ഇടക്കാലത്ത് അവിടെയെല്ലാം നല്ല ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഈ 2 പഞ്ചായത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ സ്വാധീനമുള്ള പഞ്ചായത്ത്. അതിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട്. അത് കുറേശ്ശെ മാറി മാറി വരുന്ന സ്ഥിതിയാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള വോട്ടിൽ നല്ലതുപോലെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് അവരുടെ തന്നെ കണക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. 4500-ലധികം വോട്ട് അവർക്ക് ഇപ്പോൾ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ SDPI ഉൾപ്പെടെയുള്ള അവർ 10,000 വോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അല്ലാണ്ട് അവർക്ക് UDF ഭൂരിപക്ഷമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അതിൻ്റെ അത് മനസ്സ് കേന്ദ്രീകരിക്കുന്നില്ല. അങ്ങോട്ട് UDF ഈ പറയുന്ന 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമൊന്നുമില്ല. ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെയും RSSൻ്റെയും BJPയുടെയും വോട്ട് ചേർന്നാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. അന്ന് റിസൾട്ട് വന്ന ഉച്ചക്കും പറഞ്ഞത് അത് തന്നെയാണ്. ഉണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാണോ വ്യാജ വാർത്ത കൊടുത്തത് അവർക്കല്ല ഇതിന്. അതൊക്കെ സ്വീകരിക്കേണ്ടി വരുമ്പോഴല്ലേ സ്വീകരിക്കണ്ടില്ല. വെറുതെ സ്വീകരിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അതെ, അന്വേഷിച്ചോട്ടെ. നമുക്കെന്താ അന്വേഷിക്കുന്നത്? നമുക്കിത് ഒന്നും മറച്ചു വെക്കാനില്ലല്ലോ. നമ്മളത് പൂർണ്ണമായി സ്വാഗതം ചെയ്യില്ലേ ചെയ്തത്. ശരി. അതെ, അത് അങ്ങനെ ഒന്നുമായിട്ട് മാത്രം കമ്പയർ ചെയ്യണ്ട. എന്നാ ശരിയായില്ലേ? അത് ഒന്ന് മാത്രമായിട്ട് കമ്പയർ ചെയ്യേണ്ട എന്ത് കാര്യമുള്ളത്? രണ്ടാമത്തതും അതിന് മുമ്പുള്ളതെല്ലാം കൂടി കമ്പയർ ചെയ്ത് നോക്ക്. UR പ്രദീപ് തന്നെ മത്സരിച്ചപ്പോൾ ഉള്ള ഒരു കമ്പാരിസൺ നോക്ക്. അപ്പോഴത്തെ കിട്ടി അതിനേക്കാളും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 5000 വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചപ്പോൾ പാർലമെൻറ്റിൽ. ഇപ്പോൾ 12,300 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പാരിസൺ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കണ്ട, എല്ലാം കൂടി നോക്കിക്കോ. BJPക്ക് വോട്ട് കൂട്ടിയിട്ടുണ്ട്. അതൊന്നും ഗൗരവപൂർവ്വം കാണേണ്ടത് തന്നെയാണ്. അതിന് ഞാൻ അവിടെ 2 മുന്നണിയിലെയും വോട്ട് കുറഞ്ഞിട്ടുണ്ട്.
കാരണം പോൾ ചെയ്തില്ല, പോളിങ്ങിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട്, അവരെയും ബാധിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അവിടെ ഒരു 5 ലക്ഷം 6 ലക്ഷം വോട്ട് നല്ല ഭൂരിപക്ഷം നല്ല പണം തുടങ്ങിയതാണല്ലോ, പക്ഷേ ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യം തന്നെയാണ്, കുറവ് സംഭവിച്ചിട്ടുണ്ട്. CBI ഞങ്ങൾ പണ്ടേ പോലെ കണ്ടതല്ലേ. അതിനെ വേറൊരു രീതിയിലാണ് ഞങ്ങൾ CPM, CBI, ED, IT ഉൾപ്പെടെയുള്ളതിനെ കാണുന്നത് ഒരു ഭരണകക്ഷിയുടെ ഒരു ഉപകരണമായിട്ടാണ്. പാർട്ടി നിലപാട് അന്നും അതെ ഇന്നും അതെ, മാറ്റിയില്ല. പിന്നെ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞതാണ്, ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാന വാക്കായിട്ട് CBI ആണ് എന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. സുപ്രീം കോടതി പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഉത്തരവുണ്ട്, അത് കൂട്ടിലിട്ട തത്തയുടെ കളിയാണ് കളിക്കുക. അത് കഴിഞ്ഞ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അതിന് തൊട്ട മുമ്പുള്ള ഇലക്ഷൻ്റെ കാലത്ത് എല്ലാം നമ്മൾ കണ്ടല്ലേ, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ട് CBI എന്താ ചെയ്തതെന്ന്. അതവരോട് ചോദിക്കേണ്ടിയാണ്. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും.